കൊച്ചിക്ക് വജ്രത്തിളക്കമേകാൻ ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തുന്നു. എറണാകുളം MG റോഡിൽ ഷോറൂം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വ്യത്യസ്തമായ ആഭരണങ്ങളും ഡിസൈനുമായിരിക്കും എറണാകുളം ഷോറൂമിന്റെ പ്രത്യേകതയെന്ന് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി തോമസ് പ്രോഫിറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും ഫാഷനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹബ്ബാണ്. കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു ടൗണാണ് നമ്മുടെ കൊച്ചി. കേരളത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് കൊച്ചിയാണ്. അവിടേക്ക് വരണമെന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം നല്ല റൈറ്റ് ടൈമായിട്ട് ഞങ്ങൾക്കിവിടെ വരാൻ വേണ്ടി അതിനുള്ള ഫർണിഷിങ്ങും എൻ്റെ എല്ലാ പരിപാടികളൊക്കെ സെറ്റപ്പൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രസ്റ്റീജിയസ് ഷോറൂമാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റുള്ള നല്ല പാർക്കിങ്ങും നല്ല ആംബിയൻസ് ഉള്ളൊരു ഷോറൂമാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആകാൻ വേണ്ടി പറ്റും ആ കാര്യത്തിനെക്കുറിച്ച് ഒരു ഡിഫറെൻ്റ് മോഡിലുള്ള ഓർണമെൻറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലുള്ള ഒരു ഷോറൂമായിരിക്കും. ഒരു ഡിഫറെൻ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ കോട്ടയം ചങ്ങനാശ്ശേരി സ്റ്റോറിലേക്ക് കൊച്ചിയിൽ നിന്നും പാലക്കാടും തൃശ്ശൂരിൽ നിന്നും നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവരുടെ പ്രോത്സാഹനവും അവരുടെ അപ്രോച്ച് അവരുടെ പ്രോത്സാഹനവും അവരുടെ സജഷനുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഞങ്ങൾക്ക് നൽകിയത്. തീർച്ചയായിട്ടും കോമ്പറ്റീഷനുള്ള സ്ഥലത്താണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്താൽ നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ളൊരു കസ്റ്റമേഴ്സിനെ നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പം ബ്രൈഡ്സൊക്കെ എത്ര പെയിൻ എടുക്കാനും റെഡിയാണ്. എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആകാൻ പറ്റുമെന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ബ്രൈഡ്സ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് വളരെ എങ്ങനെ എനിക്ക് മറ്റൊരാളിൽ നിന്നും യൂണിക്കാകാൻ വേണ്ടിയിട്ടുള്ള അതിന് എത്ര സ്ട്രെയിൻ എടുക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കാനൊക്കെ ഒത്തിരി താല്പര്യപ്പെടുന്ന ബ്രൈഡ്സാണ് ഇപ്പോഴത്തെ. പണ്ടൊക്കെ പേരൻസ് പറയുന്നത് പോലെ ഓർണമെൻറ്റ്സ് എടുക്കുക, ഒരു ദിവസം കൊണ്ടൊക്കെ ഓർണമെൻറ്റ്സ് അവരുടെ പർച്ചേസൊക്കെ കഴിയും. ഇപ്പോഴങ്ങനെയല്ല, 1-2 മാസമൊക്കെ എടുത്ത് വളരെ സെലക്റ്റീവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളതാണ്. അവരുടെ സന്തോഷമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർണമെൻറ്റ്സാണ് റോയൽ ആൻറ്റിക്. നമുക്ക് ഏത് ഡ്രസ്സുമായിട്ടും ഏത് സ്കിൻ ടോണുമായിട്ടും എല്ലാ ബ്രൈഡ്സിനും സൂട്ടബിൾ ആകുന്ന ഒരു കളക്ഷനാണ് റോയൽ ആൻറ്റിക്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവരും അവരുടെ സാരിയുടെ കളറുമായിട്ട് മാച്ചാണ്, ഡ്രസ് കോഡായിട്ട് മാച്ചാകും. അപ്പോൾ ഇങ്ങനെയുള്ള റോയൽ ആൻറ്റിക് ഓർണമെൻറ്റ്സ് സംഭവം ഒരു നമ്മുടെ സ്കിൻ ടോണുമൊക്കെ ആയിട്ട് പെട്ടെന്ന് മാച്ചാകുന്ന ഓർണമെൻറ്റ്സാണ് റോയൽ ആൻറ്റിക്. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ്നെസ്സും അങ്ങനെയുള്ള ഫീൽഡിലാണ് കൂടുതലായിട്ട്. ഏത് ഡിസൈനും അവർ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്വർണം വാങ്ങുന്നത് ലോക്കറി കൊണ്ടേ വെക്കാനില്ല. ഒരിക്കലും നമ്മുടെ ഗോൾഡ് ലോക്കറി കൊണ്ടേ വെക്കാൻ പാടില്ല. പലരും പറയുന്നുണ്ട്, കല്യാണത്തിന് വാങ്ങിച്ചു ഇട്ടു, അത് കഴിഞ്ഞ് നേരെ ലോക്കറി കൊണ്ടുവച്ചു, പിന്നെ അത് കണി കണ്ടിട്ടില്ല. നമ്മൾ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയ ഐറ്റം നമ്മുടെ കുട്ടികൾ ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഓർണമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫാഷൻ സ്റ്റൈലാണ് പെയറിൻ നെക്ലേസ്. അത് 2 ഓർണമെൻറ്റ്സ് വെച്ച് കഴിയുമ്പോൾ നല്ല കല്യാണത്തിന് നല്ല ഒരു ബിഗ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അവർക്കത് സെപ്പറേറ്റഡ് ആയിട്ട് പല ഓർണമെൻറ്റ്സ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. അത് വളരെ മാർക്കറ്റിൽ നമ്മുടെ ബ്രൈഡ്സിന് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അത് വളരെ വളരെ മൈലേജ് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റൈലാണ്. വർഷങ്ങളായിട്ടുള്ള അവരുടെ സേവിങ്സ് കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത്. അത് ഗോൾഡ് ജുവല്ലറി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്കിന് തുല്യമാണ്. കാരണം നമുക്ക് റിസർവ് ബാങ്ക് ഗവർണർ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ സൈൻ ചെയ്യുമ്പോൾ ആ ഒരു ക്യാഷിൻ്റെ ഗ്യാരണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. അതുപോലെ സെയിമാണ് ഓരോ സ്ഥാപനങ്ങളും ജുവല്ലറിയും അവരുടെ സീല് വന്നു കഴിയുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കും. അത് നമുക്ക് പല സ്റ്റെപ്പുകളിൽ കൂടി മാത്രമേ അതെല്ലാ രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാകണം. ക്വാളിറ്റി പല രീതിയിലുള്ള ടെസ്റ്റിങ്ങിൽ കൂടെ മാത്രമാണ് നമ്മൾ ഗോൾഡ് എപ്പോഴും. അങ്ങനെയുള്ള കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ലൈറ്റ് വെയ്റ്റ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ചെറിയ ചെയിൻ, അതിൻ്റെ അടുത്ത് നല്ല അട്രാക്റ്റീവുള്ള പെൻഡൻസ്. അപ്പം അവർക്ക് ഏറ്റവും തിന്നായിരിക്കണം, പക്ഷേ യൂണിക്കായിരിക്കണം. അങ്ങനെ മറ്റുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇപ്പോഴത്തെ യൂത്തിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. കൂടുതൽ പെൻഡൻറ്റ്, പിന്നെ നല്ല ഡ്രോപ്സ് മാത്രമായിട്ടുള്ള കമ്മൽ, ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സിലുള്ള ആൾക്കാർ താല്പര്യം വളരെ കുറഞ്ഞു. അപ്പം യൂത്തിന് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ്. ഗോൾഡിൻ്റെ കൾച്ചർ നമ്മൾ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ, കാരണം ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റിലും പിന്നെ ഓരോരുത്തരുടെയും അവരുടെ ഒരു സ്റ്റാറ്റസ് കോഡ് സിമ്പിൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓർണമെൻറ്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ലെവൽ എന്താണ്, അവർ ഏത്
സ്റ്റൈൽ ഓഫ് ആൾക്കാരാണെന്നും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഓരോ സ്റ്റൈൽ ഓഫ് ഓർണമെൻറ്റ്സ്. ഫസ്റ്റ് സൈറ്റിൽ അവർ കാണുന്ന നല്ലൊരു ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ആ ആളെക്കുറിച്ചുള്ള പേഴ്സണാലിറ്റി പെട്ടെന്ന് ഫസ്റ്റ് സൈറ്റിൽ കാണുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും. ഡയമണ്ട് നേരത്തെ ആൾക്കാർക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. ഇപ്പം ഡയമണ്ട് വളരെ ലൈറ്റ് വെയ്റ്റിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം വളരെ ബഡ്ജറ്റീവായിട്ട് ഇപ്പം ഗോൾഡ് പോലെ തന്നെ ഇപ്പം ഗോൾഡ് പ്രൈസ് കൂടിയതനുസരിച്ച് ഡയമണ്ട് പ്രൈസ് കൂടിയിട്ടില്ല. കാരണം ഈ ഡയമണ്ടിൻ്റെ പ്രൈസിങ് ഡയമണ്ട് പ്രൈസ് ഗോൾഡിൻ്റെ പ്രൈസ് ഗോൾഡ് പ്രൈസ് കൂടിയതുപോലെ ഡയമണ്ട് പ്രൈസ് കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി താല്പര്യപ്പെടുന്നത്. ഒത്തിരി ബ്രൈഡ്സും ഇപ്പം പഴയതുപോലെയല്ല, എല്ലാ ബ്രൈഡ്സും ഇപ്പം ഒരു സെറ്റ് ഡയമണ്ട് ഓർണമെൻറ്റ്സൂടെ എടുക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു ഡൗട്ടുണ്ടോ, എനിക്ക് ഡയമണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? പക്ഷേ ഇപ്പോൾ 18 കാരറ്റ് ഗോൾഡിൽ വാങ്ങും. ഗോൾഡ് പ്രൈസ് കൂടിയതുപോലെ ഡയമണ്ട് പ്രൈസ് കൂടാതിരിക്കുന്നതും ആൾക്കാർക്ക് കൂടുതലേക്ക് ഇപ്പം കൂടുതൽ ടീനേജേഴ്സ് എല്ലാം അവരുടെ ഒരു ബ്രൈഡൽ കളക്ഷനിൽ ഒരു ഡയമണ്ട് ഓർണമെൻറ്റ്സൂടെ സെലക്ട് ചെയ്യുന്ന സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അങ്ങനെ മാറ്റി വാങ്ങുന്നത് തീർച്ചയായിട്ടും നഷ്ടമാണ്. നമ്മളിപ്പോൾ എടുക്കുമ്പോഴും ഒരു ടൈംലെസ് കളക്ഷൻ എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അല്ലേ നമുക്ക് നമ്മുടെ മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ GST ഒക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വാങ്ങിക്കുന്ന ഓർണമെൻറ്റ്സ് ഒരു ലൈഫ് ലോങ് നിൽക്കണം, അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം എപ്പോഴും മാറിയെടുക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 10% നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ അതൊക്കെ നോക്കിയാണ് വാങ്ങുന്നത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ഓരോ പ്രാവശ്യം മാറിയെടുക്കുമ്പോൾ 10% GST പണിക്കൂലി എല്ലാം കൂടെ കൂട്ടുമ്പോൾ മിനിമം 10% നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓർണമെൻറ്റ്സ് ടൈംലെസ് ആയിരിക്കണം, അത് കംപ്ലൈൻറ്റ് വരാൻ പാടില്ല, കംഫർട്ടബിൾ ആയിരിക്കണം, പക്ഷേ എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അവിടെയൊക്കെ നമുക്ക് നല്ല റിസർച്ചും അവിടെയാണ്. ഇങ്ങനെയുള്ള ഷോറൂമാണ് നമ്മൾ കൊച്ചിയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്.